ബോക്സിങ്ങിനാണോ ബ്രോ? എന്റെ പേര് ഭരതൻ. ഭരതൻ ഞാൻ ബോക്സർ. ഞാൻ ബോക്സിങ്ങിനും അതെ. നിങ്ങളെ ഗ്യാങ് ആണോ? ഗ്യാങ് അല്ല, നടുക്കുന്ന കാളയാണോ ഗ്യാങ് അല്ലത്തെ കൊമ്പ്? വിചാരിക്കും ബ്രോ. കണ്ണിന് കുഴപ്പമുണ്ട് ബ്രോ. അപ്പൊ കണ്ണിന്റെ കുഴപ്പമൊന്നുമില്ല ബ്രോ. ഞാൻ ഇവിടെ കൊമ്പ് ഇവിടെ ഇടാൻ പറ്റും. അങ്ങനെ ഓപ്ഷൻ ഉണ്ട്, ഡ്രസ്സിന്റെ ഓപ്ഷൻ അല്ലേ? അങ്ങനെ ഒരു കൊമ്പുണ്ട്. ഇത് കാളയ്ക്ക് മാത്രമല്ല, മനുഷ്യർക്ക് ഇടാൻ പറ്റും. ഇങ്ങനെ ഓപ്ഷൻ പറ്റല്ലേ? പറ്റും. കൊമ്പ് ഇടാൻ പറ്റും. പിന്നെ വേറൊന്നും കൂടെ നിനക്ക് വെച്ച് പിടിപ്പിക്കാം. നീ പിടിപ്പിച്ചിട്ടുണ്ടല്ലോ. കേട്ടടാ പോയിട്ട് ഇല്ല പോകുന്നില്ല. വാടാ സംസാരിക്കാം. എന്താ ബ്രോ? എന്താ മര്യാദക്കാണ് ബ്രോ സംസാരിച്ചത്? എന്താണ് കൊമ്പൊക്കെ വെച്ചെന്നാണ് അവർ പറയുന്നത്? കൊമ്പെന്നല്ല, പിന്നെ കൊമ്പിനെ പിന്നെ അണ്ടിന്ന് പറയാൻ പറ്റും ബ്രോ? കൊമ്പെന്നല്ലേ നമ്മുടെ നാട്ടിൽ പറയുന്നത്? പിന്നെ എന്താണ് ബ്രോ? കൊമ്പ് കാളയ്ക്ക് മാത്രമല്ലല്ലോ ബ്രോ. ബ്രോ ഇപ്പൊ മനുഷ്യരിക്കും വെക്കുന്നുള്ള കാര്യം നമുക്ക് അറിഞ്ഞൂടല്ലോ ബ്രോ. അറുപതാരം ചോദിച്ച് മനസ്സിലാക്കിയത്. ഉടനെ സിറ്റി പോത്തെന്ന് പറഞ്ഞ ഗ്യാങ് വരുന്നുണ്ട് ബ്രോ. അതിലോട്ട് ബ്രോയ്ക്ക് കൂടെ ഒരു ഇത് കേറ്റാം. ബ്രോ അപ്പൊ എന്താ രാവിലെ എന്താ കൊമ്പൊക്കെ വെച്ചോണ്ട് രാവിലെ എന്താണ് ബ്രോ? രാവിലെ എന്താ കാളയുടെ പാലാണോ കുടിക്കുന്നേ? ബ്രോ അല്ല, അതായിരിക്കുമല്ലോ ബ്രോ കുടിക്കുന്നേ. ബ്രോ അപ്പൊ നടക്കട്ടെ. ബ്രോ അടുത്ത ആഴ്ച പറഞ്ഞേ ബ്രോ. ഒരു 5 കാളെ കറക്കണമായിരുന്നു വായിലിട്ട്. നീ ഒന്ന് വന്നാ മതി കേട്ടോ. പോയിട്ട് അവന്റെ സാധനം ഓടാ. ചന്ദ്രു ആരായിട്ടെന്ന് പറഞ്ഞൂടെ? വള്ളിയായിട്ടുണ്ടേ. ഒന്ന് ഡോമ് വരെ പറഞ്ഞേ. ആരെന്ന് പറഞ്ഞോടാ ചന്ദ്രു? അവന്റെ കൊമ്പും പഴവും ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ആരെന്ന് അറിഞ്ഞൂടാ. ഞാൻ പറഞ്ഞ എന്തൊരു അടിയാവുന്നതിന് മുമ്പേ പറഞ്ഞതാ. ആരെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഗ്യാങ് ആണെന്ന് ചോദിച്ചപ്പോ അല്ലെന്ന് പറഞ്ഞ്. ഒരു കൊമ്പ് വെച്ചിട്ടുണ്ട് ഹെൽമെറ്റില്. പരിപാടിയിൽ പങ്കെടുക്കാൻ വന്നതാണോ? ചന്ദ്രു നേരെ ഡോമിനോട് ഒരു കുണ്ടങ്കാളെ കൊണ്ടുവരണേ. മെയ്റ്റ് ചെയ്യിപ്പിക്കാൻ ഒരുത്തന്നെ ഇവിടെ കൊമ്പ് വെച്ചൊരു വാഴയ്ക്ക്. അവനൊന്ന് മെയ്റ്റ് ചെയ്യിപ്പിക്കാനായിട്ട് ഒരു കുണ്ടങ്കാളെ കൊണ്ടുവരണം. മനസ്സിലായി, കുഴപ്പമില്ല. അത് പോട്ടെ. ഇപ്പൊ നടക്കാത്ത കാര്യം നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. വണ്ടി അവിടെ വെളിയിലിട്ട് കയറി വന്നിരു. ഗണ്ണ അവൻ ഗ്യാങ്ങാന്ന് പറഞ്ഞു. കൊട്ടയെന്ന് പറഞ്ഞോ അവനിപ്പം? ഞാൻ കേട്ടില്ല. കൊടുക്ക. പൊരിക്കാൻ നമുക്ക്. ആരെ ഗാന്ധി ഇറങ്ങുന്നാ? ചന്ദ്രു എവിടെ? ചന്ദ്രു ഇങ്ങ വാ. അവൻ എന്തൊക്കെ പറയണോന്നറിയാം. അവനിങ്ങനെ നിക്കുമ്പോ കൊട്ടയെന്ന് പറയണം, പലതും പറയണം അവന്. നേരെ ഏതോ കൊമ്പിട്ടിരിക്കുന്ന അവനെ കൊടുത്തിട്ടിരിക്കുക. ഇല്ല ഹായ് ബ്രോ, സുഖാണോ? അയ്യോ ബ്രോ മരിച്ചോയല്ലോ. കൈ തട്ടിയ ബ്രോ. ഇങ്ങനെ കൊട്ടയുള്ള ആമ്പിള്ളാരിങ്ങനെ ബ്രോ ചെയ്യുന്നത് മനസ്സിലായോ? കൊട്ട ഇല്ലാത്തവന്മാരിങ്ങനെ കിടക്കുകയും ചെയ്യും. എന്തിനാ ബ്രോ വെറുതെ വള്ളി പിടിക്കുന്ന ചുമ്മാ ബ്രോ? അയ്യോ ബ്രോ ഹരിചന്ദ്രൻ അവാർഡ് ബ്രോ. അടുത്ത നോവൽ സമ്മാനം ബ്രോയ്ക്കാണേ കേട്ടാ. കൂടെ നിൽക്കുന്ന നിനക്കങ്ങ് തരാം. ഞാൻ ചന്ദ്രനാണ് മനസ്സിലായി. എന്റെ ചന്ദ്രു സ്നേഹമൊക്കെ കണ്ടോ? എടാ ഇത് അറിയുന്നുള്ള ആരിലാണോ? പറഞ്ഞു ഇവിടെ നിന്ന് പറഞ്ഞോടാ. നമ്മള് കേക്കട്ടെ. പറഞ്ഞോ കുഴപ്പമില്ല. ഇപ്പൊ മനസ്സിലായോ? കൊമ്പുള്ള കാളകൾ മനുഷ്യന്മാരോട് കളിച്ച് ഇങ്ങനെ കിടക്കും. മനസ്സിലായോ നിനക്ക്? മച്ചാനെ നീ തന്നെ കണ്ടാണ് ഇവൻ കിടന്ന് റോങ് ആയത്. മനസ്സിലായ? നീ വലിയ വന്നിട്ട് ഇവിടെ വന്നിട്ട് അമ്പി കളിക്കരുത്. നീ തന്നെ കണ്ടാണ് ഇവൻ കാണിച്ച ഇവൻ റോങ് ആയത്. കേട്ടല്ലോ? അല്ലല്ല അവിടെ വന്നിട്ട് മച്ചാൻ ആദ്യം കാളയെന്ന് പറഞ്ഞു തുടങ്ങി. ഇതിലൊന്നും പറയല്ലോ. പിന്നെ ഞാൻ ഇവന്മാർ എടുത്തിട്ട് മര്യാദ ബോക്സിംഗ് ഇറങ്ങണോ? അല്ല ഞങ്ങള് വെറുതെ നിക്കുവാന്ന്.
അവന്മാരൊരു ആക്കിയ രീതി പറഞ്ഞു. അല്ലല്ല ഇവൻ തന്നെ പറഞ്ഞത് ബ്രോ നിങ്ങൾ മൂന്നേരം മനസ്സില്ല, നിങ്ങൾ മൂന്നേരം സംസാരിച്ചേ. എടാ മാന്യം കളിക്കില്ല ചന്ദ്രനെ വരുമ്പോഴത്തേക്ക് ഇവന്മാരുടെ സ്ഥിരം പരിപാടിയാ. ഇവിടെ ആരും മാന്യം കളിച്ചൊന്നുമില്ല. അവൻ ആദ്യം എന്താ പറഞ്ഞേ, അവന്മാര് ബോക്സിംഗ് ഇല്ലെന്ന് പറഞ്ഞു. അപ്പൊ ഞാനാ പറഞ്ഞു ഞാൻ ബോക്സിംഗ് നടക്കുന്നത്. വേറെ ആരും ഇവിടെ ഒന്നും പറഞ്ഞില്ല. മര്യാദയ്ക്ക് എല്ലാരും സംസാരിച്ചു. അപ്പൊ ബ്രോയാണ് കാളക്കൊമ്പ് ഇതെന്ന് പറഞ്ഞ അണ്ടി പറഞ്ഞിറങ്ങി. ഒന്നും സംസാരിച്ചില്ലായിരുന്നു. ഞാൻ പറയട്ടെ അവൻ സംസാരിക്കുന്ന രീതിയിൽ ഞാൻ സംസാരിക്കത്തുള്ളൂ ബ്രോ, മനസ്സിലായ ബ്രോ? അവനെന്താ പറഞ്ഞേ ബ്രോ? കാളക്കൊമ്പ് ഇവിടെ എന്താ കാളക്കൊമ്പല്ല. ഞാൻ പിന്നെ അതിന് എന്ത് പറയും ബ്രോ? പിന്നെ എന്താ പറയുന്നേ? ഞാൻ ചോദിച്ചു ചന്ദ്രു അതിനെ കാളക്കൊമ്പല്ല ഞാൻ അണ്ടീന്ന് വിളിക്കണോന്ന് ചോദിച്ചു. അതാണ് ഞാൻ ചോദിച്ചത്. ഞാൻ പറയട്ടെ അവനിപ്പോ മാന്യനായ അവൻ മാന്യമായിട്ടൊന്നല്ല. അവന് ബ്രോ വന്നിട്ട് എന്താ ചോദിച്ചേ? ബ്രോ വന്നിട്ട് ചോദിച്ചെന്താ കാളക്കൊമ്പ് വയ്ക്കുക. അപ്പൊ അവൻ പറഞ്ഞു ബ്രോ ഇപ്പൊ ഞാൻ പറഞ്ഞു അവൻ എന്നോട് കൊണച്ചു ഞാൻ കൊന്നു പോ. അവൻ എന്താ കൊണച്ചാര്യം പറയാം? കൊണച്ചാര്യം അവൻ കിടന്ന് കൊണച്ച നീയൊക്കെ മറ്റേ കണ്ണോണ്ടിരിക്കലാണ്. കണ്ണുണ്ണിയല്ല ഇവിടെ നിന്ന് കണ്ടോണ്ടിരിക്കുന്ന കാര്യം ബ്രോ. ഇവിടെ എന്താ പറഞ്ഞേ? അവൻ കൊണച്ചു ഞാൻ തിരിച്ചു കൊടുത്തു ബ്രോ, അത്രേ ഉള്ളു, മനസ്സിലായ? അത് ഇതൊരു കൊണച്ച ബ്രോയില് ആദ്യം വന്നിട്ട് ഇവിടെ എന്താ പറഞ്ഞു? പിന്നെ ഞാൻ അവന്റെ അടുത്ത് ചന്ദ്രു ഞാൻ പറഞ്ഞു ചന്ദ്രു ഞാൻ ഉമ്മാടുത്ത് ചോദിച്ച ബോക്സിംഗ് ചന്ദ്രു ഞാൻ അവന്റെ അടുത്ത് എത്ര വോയിസ് ഉള്ളൂ? എടാ ഞാൻ എന്റെ കാര്യം ഒന്ന് സംസാരിക്കട്ടെ. ഞാൻ എന്റെ ഗോളാണ് സംസാരിച്ചത്. ചന്ദ്രു ഞാൻ അവന്റെ അടുത്ത് എന്ന് ചോദിച്ചു ബ്രോ എന്ത് ബോക്സിംഗിന് ഇറങ്ങുവാണെന്ന് ചോദിച്ചു അവരെ നോക്കിയിട്ട്. അപ്പൊ ആക്കിയ രീതിയിൽ എന്റെ അടുത്ത് പറഞ്ഞു അല്ല എന്നുള്ള രീതിയിൽ ഇവന്മാര് മൂന്നുപേര് സംസാരിച്ചു. ഇവന്മാർക്ക് മൂന്നുപേർക്ക് വായില്ലേ അന്നേരം മറ്റേ വായി പഴം തിരികെ വെച്ചേക്കുവായിരുന്നേ. ഇവൻ പറഞ്ഞു ഇവൻ മറ്റേ ആക്കുന്ന രീതി പറഞ്ഞു. ഞാൻ പറഞ്ഞു ബ്രോ കൊമ്പുള്ള ഞാൻ പറഞ്ഞപ്പോ തലയിൽ എന്താ കൊമ്പാണോന്ന് ചോദിച്ചു. അപ്പൊ അവൻ കയറി മറ്റേ റൈസായി, മനസ്സിലായ? അപ്പൊ ഞാൻ തിരിച്ചു അതുപോലെ അവരുടെ ആക്കി പറഞ്ഞു. എന്നിട്ട് ഊക്കിയിട്ട് ഞാൻ നടന്നു പോയി. എടാ മിണ്ടാ ഞാൻ എന്റെ കാര്യം സംസാരിക്കലോടാ. എടാ വായി പഴം തിരികെ എന്താടാ നിന്റെ വായിൽ അന്ന് അണ്ടിയായിരുന്നോടാ മറ്റേ അണ്ടി വായി ഇനി നീ നമ്മുടെ ഫ്രണ്ട് ഡയലോഗ് അടിച്ച കുത്തി കൊന്നോളെ. കാര്യം പറയുമ്പോ കുത്താനും വെട്ടാനും പിന്നെന്താ? അതൊക്കെ അത്ര ഉള്ളു ചന്ദ്രു. റീസ്റ്റാർട്ടായി. എന്റെ ഭാഗത്ത് നിങ്ങൾ പറയാൻ എന്തെങ്കിലും തെറ്റുണ്ടോ? അളിയ ഇതൊക്കെ എന്ത് വിളിച്ചേ നീ സംസാരിക്കല. ഇത് ഞാൻ സിറ്റുവേഷൻ കാണട്ടെ. അല്ല നിന്നെ ഒന്നും പറഞ്ഞില്ല, കണ്ണനൊന്നും പറഞ്ഞില്ലേ. ഞാൻ നോക്കാം സിറ്റുവേഷൻ എന്താണെന്ന് എനിക്കിപ്പോ ഒന്നും മനസ്സിലാവില്ല. അതുകൊണ്ടാണ് ഞാൻ ഒന്ന് കാണാന്ന് പറഞ്ഞത്. ഒരു 10 മിനിറ്റ് അവിടെ 10-15 ഇവിടെ ഞാൻ അങ്ങോട്ട് പീസായിട്ട് പൊക്കോണ്ടിരിക്കുകയാണേ. കണ്ടോളാം. ബോക്സിംഗ് വന്നെയാണോ ബ്രോ? അല്ല ആക്കി പറഞ്ഞ മനസ്സിലായോ? നിങ്ങളെ ഗ്യാങ് ആണോ? ഗ്യാങ് അല്ല നടിക്കുന്ന കാളയാണോ? ഗ്യാങ് അല്ലത്തെ കൊമ്പ് വിചാരിക്കും ബ്രോ. കണ്ണിന്റെ കുഴപ്പമൊന്നുമില്ല ബ്രോ. ഞാൻ കൊമ്പ് ഇവിടെ ഇടാൻ പറ്റും. അങ്ങനെ ഓപ്ഷൻ ഉണ്ട്, ഡ്രസ്സിന്റെ ഓപ്ഷൻ അല്ലേ? അങ്ങനെ ഒരു കൊമ്പുണ്ട്. ഇത് കാളയ്ക്ക് മാത്രമല്ല മനുഷ്യർക്ക് ഇടാൻ പറ്റും. അങ്ങനെ ഓപ്ഷൻ പറ്റല്ലേ? പറ്റും. കൊമ്പ് ഇടാൻ പറ്റും. പിന്നെ വേറെ ഒന്നുകൂടെ നിനക്ക് വെച്ച് പിടിപ്പിക്കാം. നീ പിടിപ്പിച്ചിട്ടുണ്ടല്ലോ. കേട്ടടാ പോയിട്ടാ ഇല്ല പോകുന്നില്ല. വാടാ സംസാരിക്കാം. ഇവന്റെ ഒക്കെ വായി പഴ വരുന്നേ. സംസാരിച്ചത് എന്താണ്? കൊമ്പൊക്കെ വെച്ചെന്നാണ് അവർ പറയുന്നത്. മര്യാദയ്ക്ക് സംസാരിക്കും. കൊമ്പെന്നല്ല പിന്നെ കൊമ്പിനെ പിന്നെ അണ്ടി എന്ന് പറയാൻ പറ്റും ബ്രോ. കൊമ്പെന്നല്ലേ നമ്മുടെ നാട്ടിൽ പറയുന്നത്. പിന്നെ എന്താണ് ബ്രോ? കൊമ്പ് കാളയ്ക്ക് മാത്രമല്ലല്ലോ ബ്രോ. ബ്രോ ഇപ്പൊ മനുഷ്യരിക്കും വെക്കുന്നുള്ള കാര്യം നമുക്ക് അറിഞ്ഞൂടല്ലോ ബ്രോ. അറുപതാരം ചോദിച്ച് മനസ്സിലാക്കിയത്. ഉടനെ സിറ്റിയുടെ പോത്തെന്ന് പറഞ്ഞ ഗ്യാങ് വരുന്നുണ്ട് ബ്രോ. അതിലോട്ട് ബ്രോയ്ക്ക് കൂടെ ഒരു ഇത് കേറ്റാം. പോത്ത് നമ്മളല്ല ബ്രോ. അപ്പൊ എന്താ രാവിലെ എന്താ കൊമ്പൊക്കെ വെച്ചോണ്ട് രാവിലെ എന്താണ് ബ്രോ? രാവിലെ എന്താ കാളയുടെ പാലാണോ കുടിക്കുന്നേ? ബ്രോ അല്ല അതായിരിക്കുമല്ലോ ബ്രോ. അതായിരിക്കുമല്ലോ ബ്രോ കുടിക്കുന്നേ.
ബ്രോ അപ്പൊ നടക്കട്ടെ ബ്രോ അടുത്ത ആഴ്ച പറഞ്ഞേ ബ്രോ ഒരു 5 കാളെ കറക്കണമായിരുന്നു വായിലിട്ട്. നീ ഒന്ന് വന്നാ മതി കേട്ടോ. പോയിട്ട് അവന്റെ സാധനം ഓളെ ഒരു സ്ലോ മോഷൻ കൂടെ ഒരു പാട്ട് കൂടി നിനക്ക് വയ്യേടാ. കണ്ണാപ്പി അതായത് ഓക്കെ ആയിരുന്നു. കണ്ണാപ്പി എനിക്ക് മനസ്സിലായി. നിങ്ങൾക്ക് തോന്നി? എനിക്ക് കണ്ണൻ തെറ്റ് തോന്നില്ല. എനിക്ക് തെറ്റ് തോന്നിയില്ല. എനിക്ക് തെറ്റ് തോന്നിയില്ല. എനിക്ക് തെറ്റ് തോന്നിയില്ല. അതാണ് ഞാൻ ചോദിച്ചത്. നിങ്ങൾക്ക് എന്താ മന്ദാരം അത്ര ഉള്ളിയാ കണ്ണോണ്ടിരിക്കുന്നവർക്ക് തെറ്റായിട്ട് തോന്നിയായിരുന്നോ ഇത്? എനിക്കിത് ഇല്ല ഞാൻ 100% കണ്ണൻ സപ്പോർട്ടാണ്. ഒരു പോളടാ കണ്ണൻ തെറ്റ്. ഞാൻ ഒരു പോളടാ വെയിറ്റാക്കെ തെറ്റുകാരന എന്നെ ഊമ്പിക്കാനേ നോക്കത്തുള്ളൂ. എന്തിനാ ചാറ്റിലുള്ളവന്മാര് തെറ്റുകാരൻ തന്നെ ഇടും കണ്ടോ ചന്ദ്രു. അപ്പൊ ഇടേണ്ട ആവശ്യമില്ല. ഇനിയിപ്പോ അല്ലെ ഇടില്ലടാ. ഇടേണ്ട ആവശ്യമില്ല. എടാ അവന്മാര് മിണ്ടാ സംസാരിച്ചിട്ടുണ്ടെന്റെ അടുത്ത് കാളക്കുണ്ണേന്ന് വിളിക്കാൻ പോയ മൈരെ. നിനക്ക് എന്ത് കാര്യം മൈര? ഞാൻ ഇത്ര വെച്ചുള്ളൂ. നടുക്കിക്കുന്ന കാളയുടെ കൊമ്പിട്ട ആളാണോ ഗ്യാങ്ങിലെന്നല്ലേ ചന്ദ്രൻ ചോദിച്ചത്? കണ്ണാപ്പി എല്ലാം എന്നൊക്കെയാണ് ചാറ്റില് പറഞ്ഞ. ഇപ്പൊ പ്രശ്നം നമുക്ക് അതൊന്നും ഒരു പ്രശ്നമില്ല ചന്ദ്രു. എന്നാ കണ്ണൻ എല്ലുകൊണ്ട് തന്നെയല്ലേ ചന്ദ്രു വന്നത്? അല്ല W മേടിച്ചല്ലോ ചന്ദ്രു ഈ കണ്ണൻ ഫീൽഡിലോട്ട് വന്നത്. നമുക്ക് എല്ല് കിട്ടിയാലും W കിട്ടിയാലും ഒന്നാണ്. മനസ്സിലായ ചന്ദ്രു? കണ്ണൻ ഈ ഫീൽഡിൽ വന്നപ്പോ W കൊണ്ടല്ലല്ലോ ചന്ദ്രു വന്നത്. പിന്നെന്താണ് എന്തൊരു പ്രശ്നം? കണ്ണന്റെ അണ്ടി ഇതത്ര എല്ലാരും ഒരേപോലെ എന്നെ വിളിക്കല്ലേ ഇങ്ങനത്തെ വള്ളിക്കുന്നത്. എനിക്ക് സംസാരിക്കാൻ വയ്യ. എനിക്ക് അറിഞ്ഞൂടാ ഇങ്ങനെ സംസാരിക്കണത് ഇതിലൊന്നും. നീ എന്ത് ധൈര്യമായിട്ടാ എന്നെ വിളിച്ചത്? എന്നിട്ട് അതെവിടെ ഞാൻ വിളിച്ചു വല്ല ഗ്യാങ് കാണുന്നു. അതാണ് കാര്യം. TG എന്ന് വിചാരിച്ചാണ് ചൊറിയ. അതിന് W ഉണ്ട് കേട്ടോ. അതിന് W ഉണ്ട്. കുഴപ്പമില്ല എന്തൊരു. പിന്നെ നമ്മളെത്രാന്ന് പറഞ്ഞ പിന്നെ അങ്ങനെ നിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു സോര പറഞ്ഞേക്ക്. ഞാൻ പറയില്ല എന്തിനു. അവനോടൊന്നും ഞാൻ സോറി പറയില്ല. അടിച്ചു തന്നെ ഞാൻ സോറി പറയാൻ വേണേ. അവനോട് സംസാരിച്ചു അടിച്ചതിനെ സോറി പറഞ്ഞത്. അല്ലെങ്കിൽ ബാൻ അടിച്ചിരിക്കാം. ബാൻ എന്തിന്? സേഫ് സോൺ ഒന്നും അല്ലല്ലോ. പിന്നെ അവൻ കുറച്ചോണ്ട് തിരിച്ചടിച്ചു. പിന്നെന്താ അടിക്കാതിരിക്കാൻ പറ്റും? പണിഫർ കൊടുത്താ തോക്കില്ലാത്ത എന്തിനു വാണി ഫെയർ ഞാൻ കൊടുക്കും ചന്ദ്ര? ഞാൻ വിളിക്കണോ? ഞാൻ എന്നെ അടിക്കാൻ പോണേ. അല്ലല്ല വാണി ഫെയർ ഉദ്ദേശിക്കുന്ന അവനെ കൊല്ലാൻ പോണതിന് മുന്നേ അവൻ അറിഞ്ഞിരിക്കണം അവനെ കൊല്ലാൻ പോവാണ്. അല്ലെങ്കിൽ അവൻ സംസാരിച്ച റോങ് ആയി. പള്ളി ആവുമ്പോഴേ മനസ്സിലേക്ക് വിചാരിക്കണം കൊല്ലാൻ പോകുന്നത്. ഞാൻ കൊല്ലാൻ പോകുന്നത് വിചാരിച്ചോണ്ടല്ലേ ചന്ദ്രനെ നേരെ വിളിച്ചത്. മണ്ടൻ. അതൊക്കെ പ്രോപ്പർ ആർമി പ്ലെയർ ആണ് കേട്ടോ. അതൊക്കെ വെച്ച് ഡിസ്കൗണ്ട് ചെയ്തോ. നീ അടിച്ച് കൊന്നവനെ ബ്രോ. നിങ്ങളുടെ കൂടെ മറ്റവനെന്തേ? ബ്രോ അവന്റെ പേരെന്തായിരുന്നു ബ്രോ? അവൻ ഗ്യാങ് വല്ലാണോ? നിങ്ങൾ ഇവിടെ നമുക്ക് ഇരുന്ന് സംസാരിക്കാം. പറഞ്ഞോ ബ്രോ. ഒന്ന് എന്നെ ഡിസ്കൗണ്ട് അടിച്ച ആർപ്പിലാണേ. സിറ്റുവേഷനിക്കാണേ. ഹലോ പറഞ്ഞോ. അച്ഛനെ ഞാൻ അവിടെ നിന്ന് ആദ്യമേ ഒന്നും മിണ്ടായിരുന്നത് ഒരു സിറ്റുവേഷൻ എടുക്കാൻ വയ്യ. തട്ടിമുട്ടിയൊക്കെ ഇരിക്കുമല്ലോ. സത്യം പറഞ്ഞപ്പോ ഒരു വള്ളി എടുക്കാൻ വയ്യ. നമ്മള് സമാധാനം. അയ്യോ ബ്രോ സത്യം പറഞ്ഞാൽ നമുക്ക് വള്ളി താല്പര്യമില്ല ബ്രോ. സത്യം പറഞ്ഞ ഇത് ബ്രോ ഞാൻ പറഞ്ഞുതരാം. ഓണസ്റ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ ബ്രോ ഞാൻ ഫസ്റ്റ് വന്നിട്ട് നിങ്ങൾ അടുത്ത് ചോദിച്ചു ബോക്സിംഗ് ആണോന്ന് ചോദിച്ചു. അവന്മാരല്ല അവന്മാരാക്കി പറഞ്ഞില്ല ബ്രോ. അവൻ ബ്രോ ഞാൻ പറഞ്ഞ അല്ല ബ്രോ. എനിക്കത് ഭയങ്കര പെട്ടെന്ന് അവൻ പറഞ്ഞ ബോക്സിങ് ഈ ഗ്ലൗസ് ഇതൊക്കെ ഇട്ട് നിന്നിട്ടേ ബ്രോ. ഇപ്പൊ ബ്രോ ഇപ്പൊ ഒരു പരിപാടിക്ക് പോകാൻ നിൽക്കുക. അപ്പൊ ഞാൻ ഒരു ബോക്സിംഗ് കോമ്പറ്റീഷൻ വന്ന് നിൽക്കുക. അപ്പൊ ഞാൻ ഗ്ലൗസ് ഒക്കെ ഇട്ട് സെറ്റ് ആയിട്ട് 2 ഫോട്ടോ ഒക്കെ എടുത്തിരിക്കുമ്പോൾ ബ്രോ ഇത് ബോക്സിംഗ് ആണോ നോക്കിയപ്പോ അല്ലടാ ബോക്സിംഗ് ഒന്നും അല്ല ചുമ്മാ ഇരിക്കുവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രോയ്ക്ക് അതെന്തോ ഒരു ആക്കി കണക്ക് നമുക്ക് ഫീൽ ചെയ്യത്തില്ലേ? ഇല്ല ബ്രോ ഞാൻ അത് നോർമലി പറയുന്ന എനിക്ക് അതല്ല എനിക്കതൊരു ഫീൽ ചെയ്ത കാര്യം ബ്രോ. ഇപ്പൊ എന്റെ അടുത്ത് എന്ന് വെച്ചപ്പോ ഞാൻ പറഞ്ഞില്ല അതിന്റെ ഇടയ്ക്ക് ഞാൻ പറയുന്നുണ്ട് നമുക്ക് സത്യമായിട്ട് എനിക്ക് അങ്ങനെ വള്ളി എടുക്കാനുള്ള മൈൻഡ് സെറ്റിലൊന്നും വന്നതല്ല ബ്രോ. റേഡിയോ കയറി. അപ്പം എടാ ഇപ്പൊ കയറാം. അപ്പൊ ബ്രോ അത് ഇപ്പം എന്താ കൊമ്പുള്ള ബ്രോയ്ക്ക് എന്താ പുള്ളിയുടെ പേരെന്തായിരുന്നു? വെയിൻ ബ്രോ ഇങ്ങോട്ട് വരും. വെയിൻ അല്ല വെയിൻ ഇവിടെ ഇല്ല. വെയിൻ ഇവിടെ ഇല്ല. അത് ബ്രോ ഇങ്ങോട്ട്.
ബ്രോ സംഭവം എന്ന് വെച്ചാൽ ഓൾറെഡി നമ്മുടെ കൂട്ടത്തിൽ ഒരു സിറ്റുവേഷൻ ഇങ്ങനെ ഇല്ല ഉണ്ടായിട്ടുണ്ട്. ഇല്ല ഇല്ല എനിക്ക് അല്ല ബ്രോ അത് scene ഇല്ല. അല്ല ബ്രോ ഹെൽമെറ്റ് വെച്ച് കൊമ്പുള്ള ഒരാളായിട്ട് സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. ഞാൻ വെച്ച് ബ്രോ ആന്ന് വിചാരിച്ചു. സോറി കേട്ടോ ബ്രോ, സോറി റിയലി സോറി. ഇല്ല അയ്യോ ബ്രോ ഞാൻ അടിച്ചു വന്നതിന് ബ്രോ എന്തേലും എന്റെ മേടിക്കണം ബ്രോ, എന്തേലും ഇല്ല ഇല്ല ഒന്നുമില്ല ഞാൻ ബ്രോ. ഒരു താരമില്ല, ഒരു താരം ഉണ്ട് ബ്രോ എന്റെ കയ്യിന്ന്. വേണ്ട 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 അല്ലെ ഒരു താരം മേടിക്കണം, ഒരു താരം. ഞാൻ ഒരെണ്ണം തന്നിട്ടുണ്ട്. ഞാൻ കൂടി ഒന്നട്ടെ. തന്നോളേ. ഇത് കഴിക്കാൻ പറ്റൂല പക്ഷെ. ആ അളിയാ അപ്പം മറക്കല്ലേ കേട്ടോ എന്നെ. ഇല്ല മറക്കൂല അളിയാ അപ്പം അളിയാ കാണാൻ കേട്ടോ. അളിയാ പ്രശ്നമൊന്നുമില്ല അളിയാ. അളിയ മനുഷ്യരാകുമ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. ആമ്പിള്ളേർ അറിയത്തില്ല, ഒന്ന് രണ്ടും പറഞ്ഞുണ്ടായി കഴിഞ്ഞാൽ പ്രശ്നം തീരുവളിയാ. അത്ര ഉള്ള അളിയാ. അപ്പൊ പോയിട്ട് വരട്ടളിയാ, കാണാൻ കേട്ടോ. അളിയാ അത്ര ഉള്ള അത്ര ഉള്ള വേരളിയാ പോയിട്ട് വരാം. കോച്ച് ഞാൻ ഡിസ്കൗണ്ട് അപ്പൊ അളിയാ പോയിട്ട് വരാം. അളിയാ പോയിട്ട് വരാം. ഓക്കെ അളിയാ ഓക്കെ. അടിയനാ കുറച്ചുമ്പോ കുണ്ണേന്ന് വിളിച്ച നീടാ എടാ മനുഷ്യരുടെ കാര്യം ഇങ്ങനെയാടാ നീക. നീ ഇത് നിനക്ക് എടാ ഞാൻ പറഞ്ഞില്ലേ നമ്മളെ എടാ കക്കാൻ പഠിച്ചോ നിക്കാൻ പഠിക്കണോന്ന് മനസ്സിലായോ? അളിയാ ഇപ്പൊ അവനൊക്കെ ഒരു അളിയാന്ന് കുറച്ചുമ്പോ കുണ്ണേന്ന് വിളിച്ചിട്ട് ഇപ്പൊ അളിയാന്ന്. നമ്മൾ അളിയളിയും എന്തോ എല്ലാവരും വെയിനും പ്രശ്നമില്ല, ആ കൊമ്പുള്ളവനും പ്രശ്നമില്ല, മറ്റേ നേരത്തെ വായി പഴവാണെന്ന് ചോദിച്ചവനും പ്രശ്നമില്ല, ഒരു പ്രശ്നമില്ല. ഇപ്പൊ ആർക്കിപ്പൊ നമ്മക്കാണ് പ്രശ്നം വന്നേ ആണ കേസൊക്കെ എടുക്കാൻ. നമുക്ക് വേറെ ഓരോ പള്ളിയുണ്ട്. ബോക്സിംഗ് ഇറങ്ങി വന്നു അതോട്ട് കയറിയാ ബോക്സിംഗ് ഇറങ്ങി ഉണ്ട്. ആ അളിയാ പറയളിയാ. ഒരു സാധനം തട്ടെ ഓ അളിയാ താളിയാ അളിയാ പരിചയപ്പെട്ടു ഐഡിയ എത്ര അളിയാ ഐഡി 416 അളിയാ. അളിയാ താങ്ക്സ് അളിയാ താങ്ക്സ് അളിയാ. അളിയാ നീ അവിടേക്ക് അളിയാ അവിടേക്ക് അളിയാ എന്നാ അളിയാ അളിയാ പോയിട്ട് അളിയ അവനാണ് ഇപ്പൊ കുറച്ചുമ്പോ കുത്തിക്കൊന്നവൻ മനസ്സിലായില്ലേ? ഞാൻ പറഞ്ഞില്ല കക്കാൻ പഠിക്കുന്നത് നിക്കാനും പഠിക്കണം മനസ്സിലായ. പക്ഷെ നിനക്ക് കക്കാൻ മാത്രം അറിയുള്ളൂ, നിക്കാനും അറിയാം നല്ല രീതി. ബോക്സിങ്ങിന്